നമസ്കാരം. നമ്മളുടെ മറുകാട് നിരപ്പാളി അയാളുടെ പേരിൽ വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. ക്രിമിനൽ കേസാണ്. അതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ജാമ്യമില്ലാ കേസ്. ഇപ്പം അയാളുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് അറിയാമോ? 135 മുതൽ 140 വരെ എല്ലാം ക്രിമിനൽ കേസാണ്. എല്ലാം ജാമ്യമില്ലാത്ത വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. എങ്കിലും അയാളുടെ ശരീരത്തിൽ നിന്ന്, അയാളുടെ ഗുദത്തിൽ നിന്ന് ഒരു രോമം പിഴുതെടുക്കാൻ നമ്മളുടെ സർക്കാരിനോ നീതിന്യായ വ്യവസ്ഥയ്ക്കോ പോലീസിനോ കഴിയുന്നില്ല. അവനല്ലേ ആൺകുട്ടി, അവനല്ലേ ആണൊരുത്തൻ. നമസ്കാരം. ഒരു ഡോക്ടറുടെ കാല് വെട്ടിയെടുക്കാൻ ആഹ്വാനം. നമ്മുടെ മറുകാട് നിരപ്പാളി RSSകാരുടെ ശങ്കരാചാര്യര്. RSകാർക്ക് ഇപ്പോൾ തൂറണമെങ്കിലും മുള്ളണമെങ്കിലും ഇയാളുടെ അനുവാദം വേണമെന്നായിട്ടുണ്ട്. ആരാധനാമൂർത്തിയാണ്. എന്തും ചെയ്യാം. ഈ മാസം എറണാകുളത്ത് മാത്രം 4 കേസുകൾ, എല്ലാം ക്രിമിനൽ കേസുകളാണ്, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്തിട്ടുള്ളത്. ഓരോ കേസ് വരുമ്പോഴും അയാളുടെ ശരീരത്തിൽ നിന്ന് ഓരോ രോമം പിഴുത് അയാൾ എറിയും. അത്രയേ ഉള്ളൂ അയാൾക്ക്. ഡോക്ടറുടെ കാല് വെട്ടാൻ ആഹ്വാനം. മറുകാട് നിരപ്പാളിക്കെതിരെ കേസുകളുടെ പെരുമഴ. നിസ്സംഗതയോട് കൂടിയിട്ട്, ഷണ്ടത്വ മനോഭാവത്തോടുകൂടി നോക്കി നിൽക്കുന്ന നമ്മുടെ സർക്കാരും നീതിന്യായ വകുപ്പും പോലീസ് വകുപ്പും. ഇത് ഒരു ചെറിയ കത്തിലൂടെ അല്ലെങ്കിൽ ഫോൺ വിളിയിലൂടെ പറഞ്ഞ കാര്യമല്ല. അത് യൂട്യൂബ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വെല്ലുവിളി നടത്തിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് വലിയ തെളിവുകളുടെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കടവന്ത്ര പോലീസ് കേസെടുത്തിട്ടുള്ളത്. അവിടെയുള്ള ഒരു പ്രശസ്തനായിട്ടൊരു ഡോക്ടറാണ് ജോജോ വി ആണ് പേര്. ജോജോ വി ജോസഫ് എന്നാണോ ജോർജ് എന്നാണെന്നോ അറിയില്ല. ആ പരാതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പുതിയ FIR അതിൻ്റെ പേരിലാണ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഈ 10-12 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഡോക്ടറെ കുറിച്ച് എന്തോ വാർത്തകൾ, ആ വാർത്തകൾ കൊടുക്കാതിരിക്കാൻ എരപ്പാളി പണം ചോദിച്ചു. ഇതിനു മുൻപ് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള അദ്ദേഹം യൂസഫ് അലി സാഹിബ്, അദ്ദേഹം വളരെ രഹസ്യമായിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചു അത്രേ. അതിൻ്റെ പേരിൽ ഇവരിവിടെ യൂട്യൂബിനകത്ത് കൊസ്രകൊള്ളി തല ഒപ്പിച്ചു വെച്ചു. അത് കേസാണിപ്പോൾ. എന്തും പറയാം, ആർക്കെതിരെയും പറയാം. ഇപ്പോൾ യൂസഫ് അലി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചീള് കേസുകളെ ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തെ യൂട്യൂബിനെ കുറിച്ച് തന്നെ പറഞ്ഞ് ഏതൊരു ഇതുണ്ടല്ലോ, സമൂഹ മാധ്യമം യൂട്യൂബ്, അതുപോലെ അങ്ങനെ ഓർമ്മിച്ച് വെക്കുന്നില്ല. അങ്ങനെ യൂട്യൂബിൽ ദിവസം എടുത്ത് നോക്കുക, യൂട്യൂബിൽ എന്തൊക്കെയാണ് തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നല്ലതാ, യൂസഫ് അലി സാഹിബ് നല്ല മനുഷ്യനാണ്, അതെയോ, ഭയങ്കര സന്തോഷം. അതിൻ്റെ ആൾ പറഞ്ഞാൽ കള്ളനാ, അതിൻ്റെ പേരിൽ ബോധം കെട്ട് വീണു എന്നുള്ള ആളല്ല. അവർക്ക് ഇതൊന്നുമല്ല ലോകം. പക്ഷേ ഒരു പരിധിക്ക് വിട്ട് അവരെ പുറകിൽ മുമ്പിൽ അവരെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതികരിക്കും. അദ്ദേഹവും പ്രതികരിച്ചു. അങ്ങനെ കേരളത്തിലെ പ്രമുഖരും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവരെല്ലാം ഇവൻ്റെ ഈ വൈകൃതാത്മകമായ മനോഭാവത്തിൻ്റെ അതിലൂടെ പുറത്തേക്ക് വരുന്ന പ്രവർത്തനങ്ങൾ അതിൽ പെട്ടുപോയവരാണ്. ഇവരൊക്കെ അതിനകത്ത് ഇവൻ്റെ ഇരകളാണ് വാസ്തവത്തിൽ. ഏതായാലും ഈ ഡോക്ടർ
അയാളും ക്രിസ്ത്യാനിയാണ്. ആ, ആ, ജോജോ വി ജോർജ് ഓർ ജോസഫ് എന്നാന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹം എന്തോ അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു വാർത്തകൾ നൽകാതിരിക്കണേ ഈ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വലിയ പണക്കാരുടെ അടുത്ത് നിന്ന് ഈ പരിപാടി ഒപ്പിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പലർക്കും പല പ്രശ്നം ഉണ്ടാവുള്ളൂ. എനിക്ക് നാളെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു പറയാം, പ്രശ്നമൊക്കെ അറിഞ്ഞൂട്ടാ, അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ തരണം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നം 10 ആളോട് പറയും. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പറഞ്ഞോ നീ അങ്ങോട്ട് പറഞ്ഞോ. പല ആൾക്കാർ അങ്ങനെ പറയും. പക്ഷെ ചില ആൾക്കാർ അവരുടെ കുടുംബ മഹിമ, അവരുടെ ഭാര്യ, മക്കള്, അവരുടെ സുഹൃത്തുക്കൾ, പെങ്ങന്മാർ, അവർ കല്യാണം കഴിച്ച് വീട്, ഇതൊക്കെ ഓർക്കപ്പോൾ പറയും ഞാൻ എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. പിന്നെ അങ്ങോട്ട് ഊറ്റിയെടുക്കുക. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരു എത്തിക്സും വാല്യൂസും ഇല്ലാത്തൊരു ഒരു വർഗമാണ് വിറ്റകൾ, വിഗ്രസംഖ്യകൾ. അങ്ങനെ ഒരു വർഗമാണ് വിറ്റകൾ. ആ മതത്തിൻ്റെ പേരിൽ ബൈബിളുണ്ട്, പക്ഷെ അതിനകത്ത് ഒരു കാര്യം അവരെ സംബന്ധിച്ച് രാഷ്ട്രീയം പണം, അതിനുവേണ്ടി എന്തും സത്യാൻ സാക്ഷി പറഞ്ഞ പോലെ കുറേ പെണ്ണുങ്ങളും ഉണ്ട്, പള്ളിത്തേവിടികൾ. ഇവരുകളെ വരെ രംഗത്ത് ഇറക്കിയിട്ട് എങ്ങനെ അഴിഞ്ഞാറ്റം നടത്തിയാലും പൈസ ഉണ്ടാക്കും. അതാണ് സ്ഥിതി. ഇവനാച്ചാൽ അതിൻ്റെ വക്താവാണ്. ഇതിപ്പോൾ ഇവൻ്റെ കുറ്റം എന്ന് പറയാൻ പറ്റില്ല. ഇവൻ്റെ തന്തയുടെയും തള്ളയുടെയും ഇവൻ്റെ മക്കളുടെയും ഇവൻ്റെ ഭാര്യയും ഒക്കെ ഈ സൈസാണ്, വിറ്റിളക്കിയൊരു സൈസാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ ഇവനെ ചെയ്യുന്ന സമയത്ത് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയ്ക്ക് പറഞ്ഞോളൂ എന്തിനാ എങ്ങനെയൊക്കെയും ചെയ്യുന്നത് ചോദിക്കില്ല. ആരെ വിറ്റിട്ടാണെങ്കിലും എന്ത് കാണിച്ചാലും എന്ത് പൊക്കി കാണിച്ചാലും എന്ത് തുണി കഴിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക. അങ്ങനെ വകുപ്പാണ് ഇവൻ. അതുകൊണ്ടാണ് 2 വെച്ച് അടി കിട്ടിയത്. പിന്നാലെ തൊടുപുള്ളിൽ വെച്ച് അടി കിട്ടി. എങ്കിൽ പോലും വരുന്ന വരവുണ്ടല്ലോ, ഈ രീതിയിൽ ജനങ്ങളെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മളുടെ ആന്ധ്രാപ്രദേശിലെ ബാലകൃഷ്ണ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. അദ്ദേഹം ബുൾഡോസർ വന്ന് അദ്ദേഹത്തെ ഇടിക്കാൻ നോക്കുകയാണ്, ബുൾഡോസർ കൊണ്ട് കൊല്ലാൻ നോക്കുക. അപ്പോൾ ബുൾഡോസറിൻ്റെ ആ തുമ്പിക്കൈ ഉണ്ടല്ലോ, അത് പിടിച്ച് ചോട്ടിൽ ഒറ്റ കയറും, ആരും കഴിഞ്ഞു. അപ്പോൾ അത് കണ്ട് രസിക്കുന്ന ആൾക്കാരുണ്ട്, ലഹരി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെ തന്നെ സമൂഹത്തിൽ തല ഉയർത്തി നടക്കുന്ന ആളുകൾ, ആ ആളുകളെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുക. അപ്പം ജനങ്ങൾക്ക് അവർ നോക്കും, സ്വാഭാവികമായിട്ട് നോക്കും. യേശുദാസ് പാട്ടുപാടൽ നിർത്തി, അതെന്താ നമ്മൾ നോക്കില്ലേ? സ്വാമി ബ്രഹ്മാനന്ദ തീർത്ത പാട്ടുപാടൽ നിർത്തി എന്ന് പറഞ്ഞാലോ ഇയാൾ പാട്ട് പാടുമെന്ന് ചോദിക്കും. മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പിണറായി വിജയൻ നാളെ രാജിവെക്കുന്നു, പിണറായി വിജയൻ അഴിക്കുള്ളിലേക്ക്. ഇതൊക്കെയാണ് കൊടുത്ത വാർത്തകൾ. ഇതൊക്കെയാണ്. അതിൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? അവൻ്റെ ഗുരുദ്വാരത്തിൽ നിന്ന് രോമം പറിച്ചെറിയും, കാര്യം കഴിഞ്ഞു. കിട്ടുന്നത് 80 മുതൽ 100 ലക്ഷം രൂപ വരെ, ഒന്നിച്ചില്ലാനും കോടി രൂപ വരെ കിട്ടുന്നില്ല പലപ്പോഴും ഒരു മാസം. അതിൽ നിന്ന് കുറച്ച് രോമം ബാക്കി അവൻ മാറ്റിവെക്കും. എന്തിനാ? അത് പോലീസ്, കോടതി, സർക്കാർ, ഉദ്യോഗസ്ഥന്മാർ അവരെ തൊള്ളയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോഴും ബാക്കി നിൽക്കുന്നതോ? ആയതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ ഉണ്ടാകാതിരിക്കാൻ 2 മാർഗ്ഗമുള്ളൂ. ഒന്ന്, അവന് തോന്നണം ഞാനിത് ചെയ്യുന്നത് ശരിയല്ലെന്ന്. 2, നല്ല ഇടി വെച്ച് കൊടുക്കണം. വേറെ മാർഗങ്ങളില്ല. പോലീസ് കൊണ്ട് കേസ് നമ്മുടെ അപ്പോൾ പോലീസുകാർ പറയും ഒരു വെള്ളപ്പം എഴുതി കൊടുക്കുക, കഴിഞ്ഞു. അത് ചുറ്റി കൂട്ടി അവൻ്റെ അമ്മയുടെ കാരണം അപ്പോഴേക്കും വിളിച്ചു പറഞ്ഞു, ഹലോ എറപ്പാളി, ഒരു കേസ് വന്നിട്ടുണ്ട് കേട്ടാ, അത് നമുക്ക് വേണ്ട പോലെ ചെയ്യാം. കാര്യം കഴിഞ്ഞു. കേസിൻ്റെ തീവ്രത അനുസരിച്ച് വട്ടപ്പൂജ്യങ്ങളുടെ തീവ്രത കൂടും. 10,000 ആവും, 1 ലക്ഷം ആവും, 10 ലക്ഷം ആവും, ആരും കഴിയും. അപ്പോഴും കിട്ടുന്നത് ലാഭം. അതുപോലെ വരവ്. ഏതായാലും ഇതിനു മുൻപ് പണം ആവശ്യപ്പെട്ടു, അത് നൽകാതെ വന്നതുകൊണ്ട് വ്യക്തിഹത്യകൾ നടത്താൻ തുടങ്ങി. ഇപ്പോൾ ഭീഷണിയുമായി. അവൻ്റെ കാല് വെട്ടണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവൻ സമൂഹത്തിൽ ആവശ്യമില്ലാത്തൊരു മെറ്റീരിയലാണ് ഈ ഡോക്ടറെ കുറിച്ച്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഈ എറണാകുളത്ത് മാത്രമായിട്ട് ഇവനെതിരെ 4ാമത്തെ കേസാണ് എടുത്തിട്ടുള്ളത്. ജാമ്യമില്ല കേസുകളെല്ലാം. എന്ത് ജാമ്യമില്ല കേസുകൾ? ഇവിടെ കോടതി പരിസരത്ത് എല്ലായിടത്തും മറ്റേ ചാണകവരടി വിൽക്കുന്ന പോലെ ജാമ്യം വേണോ ജാമ്യം, ജാമ്യം വേണോ ജാമ്യം, ഇതാണ് സ്ഥിതി. ഏത് കേസ് വന്നാലും എല്ലാവർക്കും ഞാൻ പറഞ്ഞ് ഒരു കേസ് കുത്തിക്കൊലപാതകമാണെങ്കിലും വക്കീൽ പിടിച്ച് വക്കീലെ ഞാൻ ഒരാൾ 2 ആളെ കൊന്നിട്ടുണ്ട്, ആ ജാമ്യം അവിടെ എടുത്തു വെച്ചേക്കേ, എടുത്തു വെച്ചേക്കാം, അതും കഴിഞ്ഞു. പിന്നെയും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കേസുകൾ കാണുന്നുണ്ടല്ലോ.
നമ്മളൊക്കെ കെട്ടിപ്പൊക്കി നടന്ന കേസുകൾ നിരൂപാധികം വിട്ടയക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു പരിധി വരെ പണ്ടൊക്കെ നമ്മൾ പറയും അവിടെ സത്യമല്ല, നീതിയും ന്യായവും സാക്ഷി തെളിവുകൾ, അതൊന്നും അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. 135 മുതൽ 140 വരെ ക്രിമിനൽ കേസുകളാണ് ഈ എരപ്പാളിക്ക് കേരളമെമ്പാടുമുള്ളത്. എന്നിട്ട് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഇതുപോലെ തന്നെ ഇതേ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ, അവരെ ബ്ലാക്ക് മെയിലിങ്ങുകൾ, ഇതെല്ലാം ഈ എരപ്പാളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏതായാലും ഓരോ കേസ് വരുമ്പോഴും പറയും എരപ്പാളിയുടെ കഴുത്തിൽ കുരുക്ക് മുറുകുകയാണ്, ഒരു രോമവും ഇല്ല. അതന്നെ മറ്റേ വീട് ഞാൻ പറയുന്നില്ല, നിർത്തിയാ പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വീട്ടിൽ ഈ പാരസിറ്റമോൾ വാങ്ങിച്ചു വയ്ക്കും. അതിൻ്റെ പാരസിറ്റമോൾ ഉണ്ട്, ഇതായാലും ഒന്നാണ്. ഇതിപ്പം ഇവിടെ മറ്റേ ഇത് വരുമ്പോൾ എന്തായാലും പറയാം, മറ്റേ മഴക്കാലം വരുന്ന സമയത്ത് ഈ തമിഴ് ആളുകൾ ചിലപ്പോൾ എന്നോടൊന്ന് ചോദിക്കും, സ്വാമി നേര് പിടിച്ച വല്ല ഗുളികയുണ്ടോ? അപ്പം ഇങ്ങനെ ഓരോ ഗുളിക നോ കോൾഡ് എന്നാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചാണ്. ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ലെങ്കിൽ ചിലർക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള ഗുളികകൾ നോ കോൾഡായതോ അതിന് പറയുന്നത്. അതായത് എന്തിനാ വാങ്ങിച്ചു വയ്ക്കുന്നത്? നാളെ ഒരു പല്ലുവേദന വന്നാൽ, അല്ലെങ്കിൽ മറ്റൊന്നൊരു ഗ്യാസ് നിറഞ്ഞിട്ട് വയറ്റുവേദന വന്നാൽ, അല്ലെങ്കിൽ ഒരു തലവേദന വന്നാൽ ഇരിക്കട്ടെ കുറേ ഒരു പാക്കറ്റ് പാരസിറ്റമോൾ. ആ കൂട്ടത്തിൽ മറ്റു വല്ലവരും വന്ന സ്വാമി ഒരു പാരസെറ്റമോളുണ്ടോ, ആർക്കും കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഇതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ്. വലിയ പണക്കാർ, വലിയ ഗുണ്ടാ സംഘ നേതാക്കന്മാർ കുറ്റം ചെയ്യാൻ ഉള്ള പ്രവണത ഉള്ളിൻ്റെ ഉള്ളിലുള്ളവർ അവരെന്ത് ചെയ്യും? ഒരു 25 ജാമ്യം എടുത്ത് വയ്ക്കും. ഹലോ, മറ്റേ പിള്ളയല്ലേ, മാധവൻ പിള്ളയല്ലേ, രാമൻ പിള്ളയല്ലേ, ഒരു 10 ജാമ്യം ഇങ്ങോട്ട് കൊടുത്തയക്കോട്ടോ. എന്തിനാ? അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാ, ആവശ്യം വരുമ്പോൾ എടുക്കാലോ. ഇതാണ് ഇപ്പം ജാമ്യത്തിൻ്റെ അവസ്ഥ. കേസ് വന്ന് ഉടനെ തന്നെ ജാമ്യം. പിന്നെ ജാമ്യമാണ് ഏറ്റവും വലിയ കാര്യം. പണ്ടൊക്കെ ഈ വാഴക്കൊല കക്കും, എന്തിനാ പറയാം, മറ്റേ വിശന്ന് പൊരിഞ്ഞിട്ട് ഹോട്ടലിൽ അടച്ചിട്ട ഹോട്ടലിൽ കയറിയിട്ട് അവിടെ ബാക്കിയുള്ളതൊക്കെ എടുത്ത് തിന്നുമല്ലോ, മധുവധാരണം ചെയ്തിട്ടല്ലേ തല്ലിക്കൊന്നത്. അതിലേക്കും വലിയ വലിയ ശിക്ഷകളാണ്. അതിനൊന്നും ജാമ്യം കിട്ടില്ല കേട്ടോ, അതിനും ജാമ്യം കിട്ടില്ല. ഇപ്പോൾ വാസ്തവത്തിൽ ഈ കോടതി, പോലീസ്, നിയമ വഴികൾ അത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ ശരികേടുകളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജനങ്ങളുടെ ബോധതലത്തിൽ ഇപ്പോൾ അതൊക്കെ ഒരു തമാശയാണ്. നമ്മുടെ എന്തൊരു കാര്യമാണെങ്കിൽ പോലും അത് സത്യസന്ധമാണെങ്കിൽ പോലും ന്യായയുക്തമാണെങ്കിൽ പോലും അത് അങ്ങനെയാണെന്ന് ഈ പൊതുജനത്തെയും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നിയമം, അവരെയും ബോധിപ്പിക്കണ്ടേ. അവരെ മനസ്സിലിപ്പോൾ ഒരു ബോധം വളർന്നിരിക്കുക. എന്ത് കോടതി, എന്ത് പോലീസ്, എന്ത് സർക്കാർ, എല്ലാം ഇതിൻ്റെ പുറകിൽ പോണത്, എല്ലാം മറ്റേ സാമ്പത്തികം, അതിൻ്റെ പുറകിൽ പോകുന്ന പണത്തിന് മേലെ വരുന്ന ഇതല്ലേ സ്ഥിതി. പണമുണ്ടെങ്കിൽ നീതി ദേവത നോക്കും, ആരാ വന്നിട്ടുള്ള അദാനിയാണോ അംബാനിയാണോ. വല്ല കായക്കൊല കേസാണെങ്കിൽ കണ്ണടച്ചിക്കും, നിങ്ങളെന്തോട് ചെയ്തോ. പണമുണ്ടെങ്കിൽ ദദത്ര സൂര്യോ ഭാതിന ചന്ദ്രതാരകം നേമ വിദ്യുതോ ബാന്തി കുതോയമഗ്നി തമേവ മാന്തമനുപാതി സർവം, നീ തന്നെ സർവസ്വവും എന്ന് പറഞ്ഞുകൊടുത്ത ആമ്പാളത്തിൽ നമ്മുടെ ഗാന്ധി അപ്പൂപ്പിൻ്റെ ഫോട്ടോ അച്ചടിച്ചിട്ടുള്ള 2-3 കെട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് നീതി ദേവതയും കണ്ണടയ്ക്കും, നീതി ദേവതയും നോക്കും ഇതിനകത്തിങ്ങനെ. ആ അവസ്ഥയാണ് ഉള്ളതെന്നാണ് ഇന്നിപ്പോൾ നമ്മളുടെ സാമാന്യ ജനത്തിൻ്റെ ബോധം. ആ ബോധം മാറ്റിയെടുക്കേണ്ടതല്ലേ? ഇപ്പോൾ ധർമാധർമ്മ വ്യവസ്ഥകളല്ല ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പാർട്ടി വ്യവസ്ഥകൾ, BJP ധർമ്മമല്ല കമ്മ്യൂണിസ്റ്റ് ധർമ്മം, തിരിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് ധർമ്മമല്ല BJP. പാനൂര് പോക്സോ കേസുണ്ടായി. പത്മരാജൻ കുട്ടിയെ പണി കൊടുത്തു. അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് ഇയാൾ. ആ കുട്ടിക്ക് അച്ഛനില്ല, ഒരു മുസ്ലിം കുട്ടിയാണ്, പറയാൻ പാടില്ല ഒന്നും, ഇരവാദം വരും. അതിനെ കൊണ്ടുപോയിട്ട് കുളിമുള്ള കക്കൂസിനെ കൊണ്ടുപോയിട്ട് വെളിച്ചെണ്ണ പരിപാടിയൊക്കെയും കാഴ്ചവെച്ചു. അയാളെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാരുടെ കാരണം എന്താ? BJPക്കാർ. അത് കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. ഗണേഷ് കുമാറൊക്കെ എന്തെല്ലാം മന്ത്രിയായിട്ടിരിക്കുകയല്ലേ.
അപ്പം ആയതുകൊണ്ട് തന്നെ ബി ജെ പിക്കാർ കുറ്റം ചെയ്യില്ല എന്ന് ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാർ കുറ്റം ചെയ്യില്ലെന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എത്തിക്സും വാല്യൂസും ഒന്നും ഇല്ലല്ലോ. ഇതാണ് ഇന്നത്തെ നീതിന്യായ സർക്കാർ വ്യവഹാരങ്ങൾ മറ്റേ പോലീസ് അവരെക്കുറിച്ചുള്ളൊരു ബോധതലം ഇതാണിപ്പോൾ. ജാമ്യമില്ലാ കുറ്റം ചുമത്തി ഈ 140 കേസും ജാമ്യമില്ലാ കുറ്റം ചുമത്തി. അപ്പം നമ്മൾ വിചാരിക്കും പെട്ടു, അഴി എണ്ണും എന്നിട്ട് എന്തേ അതാ മുമ്പ് പറഞ്ഞത്. യൂട്യൂബ് വരുമാനം ഏകദേശം 1 കോടി രൂപയോളം ഒരു മാസത്തിൽ വരുന്ന യൂട്യൂബ് വരുമാനത്തിൽ കുറച്ചാണ് മാറ്റിവെക്കും അലവലാദികൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ താൻ കേസ് കൊടുക്കുന്നൊരു കോടതി രംഗമുണ്ടായിരുന്നു. എന്നാൽ താൻ കേസ് കൊടുക്കുന്ന സിനിമയിൽ അതിന് കഞ്ചാവ് വിൽപ്പനക്കാരൻ പരസ്യമായിട്ട് കോർട്ടിനോട് പറയുന്നുണ്ട്, സാറേ എനിക്ക് പാൽ വിൽപ്പനയുള്ളത്, ഞാൻ ഈ പാൽ വിൽപ്പന നടത്തി എനിക്കിപ്പോഴും നേട്ടമില്ല, എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതിനെ തീറ്റിപ്പൊറ്റ എനിക്ക് കഴിയില്ല സാറേ. കഞ്ചാവ് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ഒരു 100 പൊതി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പോയൊരു 10, 30,000, 40,000, ഒരു 10, 60,000 രൂപ എൻ്റെ കയ്യിൽ ഒക്കും. പിന്നെ ഇടയ്ക്ക് കേസ് വരുമ്പോൾ ഒരു 5, 10 ലക്ഷം മോട് മാറ്റി വയ്ക്കും. അപ്പോഴും എൻ്റെ കയ്യിൽ വലിയൊരു തുക എൻ്റെ കയ്യിൽ വരും സാർ എന്ന്. ഇതെല്ലാം കേട്ടിട്ട് കോടതി പറയട്ടെ, നീ ആരോടൊന്നും പറയണമെന്ന് എനിക്കറിയാം. എനിവേ, ഇതാണ് ഇവിടുത്തെ ഈ സ്ഥിതി. ഇയാളുടെ യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അയാൾ നേടുന്നത് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞത് ഏറ്റവും കുറഞ്ഞത് 85 ലക്ഷം രൂപയും ഏറ്റവും കൂടുതൽ ഒന്നിച്ചില്ലാനും കോടി രൂപയുമാണ്. പിന്നെ കേസും കാര്യങ്ങളെല്ലാം വന്ന് എന്ത് ചെയ്യണം, അതിനു വേണ്ടി കുറച്ച് രോമം മാറ്റി വെക്കണം, പൊഴിയാൻ വേണ്ടി കുറച്ച് രോമം. കഞ്ചാവ് തോട്ടം വെട്ടാൻ ചെല്ലുന്ന സമയത്ത് കഞ്ചാവ് തോട്ടം കുറേ കൂടി പോകണം. അപ്പോൾ അതിന് മുൻപ് ഒരു 1/2 ഏക്കർ സ്ഥലത്തിൽ കുറച്ച് കഞ്ചാവ് നടും. അതിൽ ആണിനെയും പെണ്ണിനും വലിച്ചു കളഞ്ഞിട്ടുണ്ടാവില്ല. അത് പോലീസിന് വെട്ടാനുള്ളതാണ് അത്രേ. അപ്പോൾ അവരവരുടെ കർമ്മക പരിപാടിയിൽ ഒപ്പിച്ചു. ജനങ്ങൾക്ക് സന്തോഷമായി. യഥാർത്ഥ കഞ്ചാവ് എവിടെ? അത് വേറെ സ്ഥലത്ത്. ഇതൊക്കെയാണ് ഇവിടെ നടമാടുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ പേരിൽ ഇപ്പോൾ 135, 140 കേസാണുള്ളത്. നല്ല എരിവും പുളിയും അണ്ട് ബൈബിളൊന്നും പറയില്ല. നല്ല എരിവും പുളിയും സയനൈഡിൻ്റെ വീര്യവുമുള്ള സ്വയംകൃതമായിട്ടുള്ള വാർത്തകൾ. അതുകൊണ്ട് അയാൾ നേടുന്ന തുകയാണ് പറഞ്ഞത് 1 കോടി രൂപ കുറഞ്ഞത്. കേസ് വരുന്ന സമയത്ത് കേസിന് പോകുന്നത് മാക്സിമം ഒരു 1-2 ലക്ഷം രൂപ. പിന്നെ മറ്റൊരു കാര്യം എന്താ, അയാൾക്ക് നല്ലറിയാം, അയാൾ ബലാത്സംഗമൊന്നും ചെയ്യുന്നില്ലല്ലോ. ശിക്ഷ കിട്ടിയാൽ തന്നെ ഡിഫേമേഷൻ കാര്യങ്ങളാണ്. ഒരാളെ നീ ഇവിടെ കോങ്ങണ്ണാന്ന് വിളിച്ചു, അതിൽ തൂക്കിയല്ല വിധിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അതെല്ലാം ചെയ്യണേ, വേണ്ടിയത് നിൻ്റെ കാല് കുട്ടികളായി ഞാൻ. അതൊക്കെയും കോടതി അതൊരു വഴിക്ക് കേട്ട് മറ്റൊരു വഴിക്ക് വിടും. അപ്പോൾ ഇയാൾ ബലാത്സംഗ കേസൊന്നും അല്ലല്ലോ, ബാങ്ക് കൊള്ളയൊന്നും അല്ലല്ലോ, തീവെപ്പൊന്നും അല്ലല്ലോ, അതല്ലെങ്കിൽ കൊലപാതകമൊന്നും അല്ലല്ലോ. ആ ഒരു ധൈര്യത്തിനെ വിളിച്ചു പറയണം. അപ്പോൾ കേൾക്കുന്ന ആളുകളിൽ പ്രധാനമായിട്ടും ക്രിസ്ത്യാനികളല്ല, ഇവൻ്റെ അനുയായികൾ ഇവിടുത്തെ ഹിന്ദുത്വവാദികളാണ്. അവർക്കിപ്പോൾ ഒന്ന് മാത്രം മതി, ഹിന്ദു നന്നാവണമെന്നില്ല, ഹിന്ദുത്വം നന്നാവണമെന്നില്ല, അമ്പലങ്ങളും നന്നാവണമെന്നില്ല, പ്രമാണങ്ങളും കേൾക്കണമെന്നില്ല. അവർക്ക് എത്ര മാത്രമേ ഉള്ളൂ. ഇസ്ലാമോഫോബിയ, മുസ്ലിങ്ങൾ ചീത്ത പറയണം, ഹിജാബിനെ ചീത്ത പറയണം, ഹലാലിന് ചീത്ത പറയണം, അറേബ്യൻ പ്രദേശങ്ങളെ ചീത്ത പറയണം, മുസ്ലിങ്ങളെ അവരെ അപമാനിക്കുക, അത് മാത്രം മതി. അത് അവന് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ആയതുകൊണ്ട് ഇവിടെയുള്ള കുറുവടി കോവാലന്മാർ, ഹിന്ദുത്വവാദികൾ, തെമ്മാടികളുള്ള ഹിന്ദുക്കളും ഇവനെ ചരയ്ക്കാൻ നടക്കുന്നുണ്ട്. ബി ജെ പിക്കാർ മൊത്തം ഇവൻ്റെ ആൾക്കാരാണ്. അവൻ്റെ ധൈര്യം അതാണ് വാസ്തവത്തിൽ. ഏതായാലും ഒന്നാലോചിക്കുമ്പോൾ ഇതൊക്കെ നല്ലതാണ്. ഇവനെ ഇത്രമാത്രം അഴിഞ്ഞാടിയിട്ടും ഇവൻ്റെ ഗുദദ്വാരത്തിൻ്റെ അവിടെയുള്ള രോമം പോലും തൊടാൻ കഴിയാതെ നിൽക്കുകയാണ് ആര്? സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നീതി വ്യവസ്ഥകളുടെയും ഷണ്ഡത്വ മനോഭാവങ്ങൾ ഇവരെ തൊടാൻ പറ്റുന്നില്ല. അതിൻ്റെ വൈകൃതങ്ങൾ അവർക്ക് ബലമില്ലാതെ, ഇതെല്ലാം കയ്യിലുണ്ടെങ്കിലും, ആ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ കയ്യിലുണ്ടെങ്കിലും ബലമില്ല, സർക്കാരിന് ബലമില്ല. സർക്കാർ മാത്രമല്ല, പോലീസ്, നീതിന്യായ വ്യവസ്ഥകൾ, ഇവരെല്ലാവരും ശരിയാണ് പറയുന്നത്. ഷണ്ഡത്വ മനോഭാവമാണ് അതിൻ്റെ വൈകൃതങ്ങൾ, ആ വ്യവസ്ഥകളുടെ ബലമില്ലായ്മകൾ, ആ വ്യവസ്ഥകളുടെ
ഉദാഹരണ ശേഷിയില്ലായ്മകൾ. ഇതൊക്കെ നമുക്ക് ബോധിച്ചെടുക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ അഴിഞ്ഞാടുമ്പോൾ. ആ രീതിയിൽ ആലോചിക്കുമ്പോൾ ഇവൻ്റെ പ്രസ്താവനകൾ ഇനിയും വരട്ടെ. സർക്കാരിൻ്റെ അന്തസ്സ് അഭയത്തിൽ ഇതല്ല, ഇതിലപ്പുറമുള്ള ആൾക്കാർ വന്നാലും തൊട്ടാൻ കഴിയാത്തൊരവസ്ഥ സർക്കാരിനുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടു എന്നല്ലേ അർത്ഥം. ഏതായാലും ഇതെല്ലാം കഴിയുമ്പോൾ ഇപ്പം എനിക്കിങ്ങനെ പറയാൻ തോന്നുകയാണ്, ഇവനാണ് ആൺകുട്ടി. യഥാർത്ഥത്തിൽ ലിംഗബലമുള്ള ഒരാണൊരുത്തൻ, അതാണ് നമ്മുടെ മറുകാടൻ അരപ്പാടി. എനിക്കിപ്പോൾ അങ്ങനെ പറയാനാണ് തോന്നുന്നത്. നമസ്കാരം.